യുജി പരീക്ഷ ക്രമക്കേടുകൾക്കെതിരെ ഡൽഹി ജന്തർ മന്ദറിൽ നടന്ന പ്രതിഷേധത്തിനിടെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെ കുറിച്ച് പുതിയ അവകാശവാദവുമായി CJP പ്രവർത്തകൻ. IT വിദഗ്ധൻ എന്ന് അവകാശപ്പെട്ട ഒരു പ്രതിഷേധക്കാരനാണ് വോട്ടിംഗ് മെഷീനുകൾ വളരെ എളുപ്പത്തിൽ ഹാക്ക് ചെയ്യാൻ കഴിയുമെന്നും രാജ്യം ബാലറ്റ് പേപ്പറിലേക്ക് മടങ്ങണമെന്നും ആവശ്യപ്പെട്ടതെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് യുവാവ് ഈ കണ്ടെത്തൽ അവതരിപ്പിച്ചത്. ഇന്ത്യയിലെ EVMകൾ പ്രവർത്തിക്കുന്നത് പൈത്തൺ ഫുൾ സ്റ്റാക്ക് സാങ്കേതിക വിദ്യയിലാണെന്നും കേവലം 3 വരി പൈത്തൺ കോഡ് ഉപയോഗിച്ച് ഇവ ഹാക്ക് ചെയ്യാൻ സാധിക്കുമെന്നുമാണ് ഇയാളുടെ വാദം. അതേസമയം യുവാവിന്റെ വാദങ്ങൾ പൂർണ്ണമായും തെറ്റാണെന്നും സാങ്കേതിക വിദ്യയെക്കുറിച്ച് യാതൊരു ധാരണയും ഇല്ലാത്തതാണെന്നും ഒരു വിഭാഗം IT വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. ഇന്ത്യൻ EVMകൾ പൈത്തൺ ഫുൾ സ്റ്റാക്കിലല്ല പ്രവർത്തിക്കുന്നത്, പകരം ലോ ലെവൽ C അല്ലെങ്കിൽ അസംബ്ലി ലാംഗ്വേജ് ഉപയോഗിച്ച് പ്രോഗ്രാം ചെയ്ത ഡെഡിക്കേറ്റഡ് മൈക്രോ കൺട്രോളറുകളിലാണ് ഇവയുടെ പ്രവർത്തനമെന്നാണ് ഇവർ ചൂണ്ടിക്കാട്ടുന്നത്. കമ്പ്യൂട്ടറുകളെയോ ഫോണുകളെയോ പോലെ EVMകൾക്ക് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇല്ല. ഈ മെഷീനുകളിൽ വൈഫൈ, ബ്ലൂടൂത്ത്, ഇന്റർനെറ്റ് അല്ലെങ്കിൽ മറ്റ് വയർലെസ് സംവിധാനങ്ങൾ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ദൂരത്തിരുന്ന് ആർക്കും ഇത് ഹാക്ക് ചെയ്യാനാകില്ലെന്നും അവർ പറയുന്നു. വോട്ടിംഗ് മെഷീൻ നിർമ്മാതാക്കളായ ബെൽ, ECIL എന്നിവർ വ്യക്തമാക്കുന്നത് പ്രകാരം ഒരിക്കൽ മാത്രം പ്രോഗ്രാം ചെയ്യാവുന്ന ചിപ്പുകളാണ് ഇതിലുള്ളത്. നിർമ്മാണത്തിന് ശേഷം ഇതിലെ കോഡിംഗ് മാറ്റം വരുത്താൻ ആർക്കും സാധിക്കില്ല. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ പൂർണ്ണമായും സുരക്ഷിതമാണെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പലതവണ വ്യക്തമാക്കിയിട്ടുണ്ട്. 2017 കമ്മീഷൻ പരസ്യമായി സംഘടിപ്പിച്ച EVM ചലഞ്ചിൽ മെഷീനുകൾ ഹാക്ക് ചെയ്ത് കാണിക്കാൻ ആർക്കും സാധിച്ചിരുന്നില്ല. സുപ്രീം കോടതി ഉൾപ്പെടെയുള്ള ഇന്ത്യൻ കോടതികളും EVMന്റെ വിശ്വാസ്യത പലതവണ ശരിവെച്ചിട്ടുള്ളതാണ്. വിദ്യാഭ്യാസ മന്ത്രാലയത്തിനെതിരെയുള്ള ഗൗരവമേറിയ പ്രതിഷേധങ്ങൾക്കിടയിൽ ഇത്തരം അടിസ്ഥാനരഹിതമായ സാങ്കേതിക അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നത് സമരത്തിന്റെ ഗൗരവം ചോർത്തിക്കളയുമെന്നാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന വിമർശനം.